സംഗീതം ഏകശ്രുതിയിൽ പാടി, ദ്വിശ്രുതിയിൽ പാടി, ത്രിശ്രുതിയിൽ പാടി, പിന്നെ 5 സ്വരങ്ങളിൽ പാടി, 7 സ്വരങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഈ ശാസ്ത്രം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സപ്തവും ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം. അതിന് വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ശബ്ദത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് വയലാറ് ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി, ആദിയിൽ വചനമുണ്ടായി. ആദിയിൽ വചനമുണ്ടായി എന്നാണ്. ആ വചനം തന്നെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. നീ സരി ഇത്രയ്ക്ക് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഏത് ഡെവലപ്പ് ചെയ്ത് 5 സ്വരങ്ങളായി, പിന്നെ അതുകൊണ്ടാണ് ശബ്ദത്തോടു കൂടിയാണ് സപ്തം. അതുകൊണ്ടാണ് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരുന്നത്. സപ്തം കഴിഞ്ഞ സ്വരം അഷ്ടകത്തിലേക്കാണ് പോകുന്നത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, violet, indigo, blue, green, yellow, orange, violet. Ganga, Yamuna, Godavari, Saraswati, Narmada, Krishna, Ganga. സപ്തനാടികൾ, സപ്തർഷികൾ, സപ്തസാഗരങ്ങൾ, സപ്തവർണ്ണങ്ങൾ, ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടി തൊട്ടേ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സപ്തം ഉണ്ടായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയാണ് ആദ്യത്തെ പ്ലാസ്റ്റിക്. അങ്ങനെ ഒരുപാട് രുടെ മനസ്സിന്റെ, അവരുടെ സാന്നിധ്യവും അവരുടെ അറിവിന്റെ കൂടാരത്തിൽ നിന്ന്, മൂശയിൽ നിന്ന് ഒരുക്കിയെടുത്ത സംഗീതമാണ് ഇന്നത്തെ സംഗീതം. അത് എന്നും സനാതനമായി ഇരിക്കുന്ന സത്യമാണ്. ഇതിന് നാശമില്ല. പഠിക്കുന്തോറും പഠിക്കാനുള്ള ഒരവസ്ഥ, അടുക്കും തോറും അകന്നു പോകുന്ന ഒരവസ്ഥ. എത്ര നീന്തി അക്കരെ കയറിയാലും മറുകര കാണാൻ പറ്റാത്തൊരവസ്ഥ. ഇതാണ് സംഗീതത്തിന്റെ. ഇത് ഇന്നത്തെ കുഞ്ഞുകുട്ടികളൊക്കെ മൗസ് ചലിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അവർക്ക് അറിയാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെക്കാൾ കൂടുതൽ പണ്ഡിതന്മാരാണ് അവർ. അവർക്കെല്ലാം പറഞ്ഞു. പണ്ട് കാലത്ത് നമ്മൾക്ക് ചുറ്റുപാടുകളുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന പലരും പണ്ട് കാലത്ത്, അല്ലേ മജീദ്, പണ്ട് കാലത്തൊന്നും ഈ ഒരു ചുറ്റുപാടുകൾ നമുക്കുണ്ടായിട്ടില്ല. ഒരു ടൈപ്പ് റെക്കോർഡ്, റേഡിയോ ഞാൻ വാങ്ങിച്ചത് അച്ഛൻ എനിക്ക് തന്ന കാശ്, എനിക്ക് 10 രൂപ തരും അച്ഛൻ. ഒരു കച്ചേരി കഴിഞ്ഞാൽ 10 രൂപ. 12ാമത്തെ വയസ്സ് തൊട്ടാണ് എൻ്റെ ആധികാരികമായിട്ടുള്ള കച്ചേരി ഞാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അരങ്ങേറ്റം എപ്പോഴും തുടങ്ങിയെന്ന് എനിക്കെന്നെ അറിയില്ല. പദങ്ങൾ കൂടി വായിക്കുന്നതിന് മുമ്പേ ഞാൻ പാടും. അമ്മയോട് വാഗ്വാദം നടത്തുന്നതും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ പാട്ടിലൂടെയാണ്. അങ്ങനെയാണ് വരികൾക്ക് കമ്പോസ് ചെയ്യാനുള്ള എനിക്കൊരു പ്രചോദനം ഉണ്ടായത്. ഞാൻ ഒരു സംഗീത സംവിധായകനാകുന്നത് വളരെ ചെറുപ്പത്തിലാണ്. അമ്മ തക്കാളി വാങ്ങിക്കാൻ വേണ്ടി പറയും. അപ്പോ ഞാനത് പാട്ടിലൂടെയാണ് അമ്മ വന്ന് പറയുന്നത്. 1 കിലോ തക്കാളി വാങ്ങിച്ചതിൽ ബാക്കി 1 മുട്ടായി ഞാൻ അമ്മയിൽ വാങ്ങിക്കോട്ടെ. 1 ഉറുപ്പ്യ വാങ്ങിക്കേണ്ട ഒരു തക്കാളി, 1 കിലോ തക്കാളി വാങ്ങിച്ചാൽ. അപ്പൊ ഞാൻ അമ്മയോട് പറയുന്നത്, ഈ ഉറുപ്പ്യ എനിക്ക് പൈസ എനിക്ക് കിട്ടാൻ വേണ്ടിയില്ല, രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 1 കിലോ തക്കാളി വാങ്ങി ബാക്കി 1 രൂപ ഞാൻ അങ്ങ് എടുത്തോട്ടമ്മേ. അപ്പൊ അമ്മ പറയും, അത് നീ അങ്ങ് എടുത്തോടാ മോനെ എന്ന് പറയും. അപ്പൊ ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ പോലും അറിയാത്ത കാലഘട്ടം തൊട്ടേ ഞാൻ സംഗീത സംവിധാനം തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഈ സംഗീതത്തിന്റെ ഏകദേശം ഒരു രൂപം ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ട് വളർന്ന കാലഘട്ടമായിരുന്നു എൻ്റെത്. അച്ഛൻ ഭാഗവതരായിരുന്നു. വീടാന്തരം കയറി ഇറങ്ങി ഇങ്ങനെ വേദനം പറ്റി അതുകൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. രാവിലെ പറയാന്ന് വെച്ചാല് ഇപ്പോഴും ആ രുചി മനസ്സിലാക്കുന്നില്ല. നമ്മളങ്ങോട്ട് കൊളുത്തുന്ന പറയാം, തണുത്ത പഴങ്കഞ്ഞി.
അതിൽ മീൻ വെച്ച ചട്ടിയിൽ ഈ പിഴിഞ്ഞ പുളുത്ത് വാരിയിട്ടിട്ട് കുറച്ച് മോരും ഒഴിച്ച് ഒരു പച്ചമുളക് കൊണ്ട് ഉടച്ചിട്ട് അത് മാരി തിന്നതിൻ്റെ ആ ടേസ്റ്റ് ഇന്ന് ഒരു ബിരിയാണിക്കും ഉണ്ടാവില്ല, ഒരു നെയ്ച്ചോറും ഉണ്ടാവില്ല, അതിനുണ്ടാവില്ല. അങ്ങനെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ കൊളുത്തുകൊണ്ട് മാത്രം കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് 10ാം ക്ലാസ് വരെ ചെറുകുന്നിൽ നിന്നിട്ട് ഞാൻ കാഞ്ഞങ്ങാടേക്ക് പറിച്ച് നടപ്പെടുകയാണ്. കാഞ്ഞങ്ങാട് എന്തിനാ പോയത്? എനിക്ക് പയ്യന്നൂർ കോളേജാണ് എളുപ്പം, അല്ലെങ്കിൽ SS കോളേജാണ്, സസ്യദ് കോളേജാണ് എളുപ്പം, അല്ലെങ്കിൽ SN കോളേജാണ് എളുപ്പം. പാട്ടിൽ ഞാൻ വരാൻ പാടില്ല, അതാണ് എൻ്റെ ലക്ഷ്യം. പാട്ടിൽ ഞാൻ ഇറങ്ങിയാൽ എൻ്റെ അവസ്ഥയും ഇതുപോലെ പഴങ്കഞ്ഞി കുടിച്ചിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് പറിച്ച് നടപ്പെടുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അന്ന് പോയത്. കാരണം പഴയങ്ങാടി പാലമൊന്നുമില്ല. അന്ന് പഴയങ്ങാടി ഫറി കടന്ന് തോണി കടന്നപ്പുറത്ത് പോയി അവിടുന്ന് വേറൊരു ബസ് പിടിച്ച് പ്ലാത്തറ ഇറങ്ങി, പ്ലാത്തറയിൽ നിന്ന് മറ്റൊരു ബസ് പിടിച്ച് പയ്യന്നൂർ പോയി, പയ്യന്നൂരിൽ നിന്ന് നീലേശ്വരം വന്ന് നീലേശ്വരത്ത് നടന്നിട്ട് പോകണം കോളേജിലേക്ക്. അപ്പം മിക്കവാറും ഒരു 10:30 മണിയാവും തിങ്കളാഴ്ച ഞാൻ കോളേജിൽ എത്തുമ്പോൾ. അങ്ങനെ എന്നെ പുറത്താക്കുകയാണ്. ഒരു സ്ഥിരം പല്ലവിയായി മാറിയ ഈ പരിപാടി നിർത്താൻ വേണ്ടിയിട്ട് എന്നെ ഫിസിക്സ് എടുക്കുന്ന ഫിസിക്സ് സാറ്, ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, സിറിയക്സ് എന്നാണ് പേര്, ഞാൻ ഓർക്കുകയാണ്, എന്നെ പുറത്ത് നിർത്തിച്ചു. നീ ക്ലാസ്സിൽ കയറണ്ടാവില്ല. ക്ലാസ് കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ പ്രയാസമായി. പാട്ടിൻ്റെ ഒരു അവസ്ഥയുണ്ടെന്നൊന്നും എനിക്ക് ഞാൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. മൂളിപ്പാട്ട് പാടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. ക്യാൻറ്റീൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ വെറുതെ ലൈബ്രറിയിൽ പോയിരുന്ന് ഇങ്ങനെ അതൊന്നും അങ്ങനത്തെ ഒരു സമ്പ്രദായം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടത് പേടിച്ചിട്ടാണ്. ഞാൻ പാട്ടിലേക്ക് എന്നെ അറിയപ്പെടാൻ പാടില്ല എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ എന്നോട് ഇമ്പോസിഷൻ എഴുതാൻ വേണ്ടി പറയാണ്. അന്നെടുത്തത് വേറെ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ്, സ്പ്രോമീറ്റർ, സ്പ്രിംഗ് ബാലൻസ്, ഈ ചാപ്റ്ററായിരുന്നു. അങ്ങനെ അടുത്ത ആഴ്ച വരുമ്പോൾ 10 തവണ എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അടുത്ത ആഴ്ച ഇതുപോലെ അരമണിക്കൂർ ലേറ്റായി. അപ്പോൾ ഈ 10:20 അതിനടുത്ത ആഴ്ചയും വീണ്ടും അരമണിക്കൂർ ലേറ്റ്, ഈ 20:40. ഏകദേശം 160 ടൈംസോളം ഈ ഇമ്പോസിഷൻ എത്തിയ സമയത്താണ് അവിടെ ചെറിയൊരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന് സമയത്ത് ഇദ്ദേഹം A+B² = A² + 2AB + B² ഇത് എടുക്കുന്നുണ്ടായിരുന്നു. ഏതൊരു ഇതിൽപ്പെട്ട ഒരു ഭാഗം തന്നെ. അപ്പൊ ഞാനത് പുറത്ത് നിന്നിട്ട് വെറുതെ ഒരു ഈണം കൊടുത്തു. ഈ ഈണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം എനിക്കുണ്ട്. നടന്ന കാര്യമൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഞാനിത് വെറുതെ ഒരു A+B² = A² + 2AB + B². അപ്പൊ ഞാനൊരു ഈണം കൊടുത്തു. A+B² = la 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 la. A+B² = A² + 2AB + B². A+B² = A² + 2AB + B². ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഞാൻ പാടുകയാണ്. അപ്പൊ ആ ചുമരിനടുത്ത് ഇദ്ദേഹം വന്ന് ഇത് കേട്ടു. ഇദ്ദേഹം വന്ന് കേട്ടിട്ട് പുറത്ത് വന്നിട്ട് എന്നോട് പറയുന്നു, മോനെ നീ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഒരു ഇമ്പോസിഷൻ്റെ ഞാൻ രക്ഷപ്പെട്ടത് കൂടാതെ കണ്ട് പാട്ടുകാരനാണ് എന്ന ഒരു സംഗതി അവിടെ എല്ലാവർക്കും അറിയുകയും ഒക്കെ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം ഒരു ലവ് ലെറ്റർ കിട്ടി. ആദ്യമായിട്ടൊരു ഞാൻ ഇത് പാട്ടിൽ വീഴാനുള്ള കാരണമാണ് ഞാൻ എൻ്റെ കുടുംബാംഗം ഞാൻ സംസാരിക്കുന്നത്. ഇത് പുറത്തെ ഒന്നും ചെയ്യാനോ ഒന്നുമല്ല, സത്യമാണ് പറയുന്നത്. ഒരു ലവ് ലെറ്റർ കിട്ടി എനിക്ക്. ആ ലവ് ലെറ്റർ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ ഞാൻ ഓർഫീസാണോ ടാൻസനാണോ ഇങ്ങനെയൊക്കെ തോന്നിപ്പോകും. അങ്ങനെ പ്രകീർത്തിക്കപ്പെടുന്ന ഇപ്പോഴും എൻ്റെ കൈവശ ലെറ്ററുണ്ട്. എൻ്റെ സംഗീതത്തിലേക്ക് വേണ്ടി സംഗീതത്തിൽ ഈ ഭാഗത്തേക്ക് ഉള്ള ഒരു പ്രചോദനം ആ ലവ് ലെറ്ററായിരുന്നു. ഇപ്പൊ സംഗീതത്തിന്റെ ഡിവൈനിറ്റി, ഇതിന്റെ ദൈവികത്വം, ഈശ്വരീയത, ഇതിന്റെ മാസ്മരികത ഇത്രത്തോളം ഉണ്ട്. ഞാനെന്തൊരു മണ്ടനാണ്, സംഗീതം പഠിച്ചിട്ട് അവിടെ തന്നെ കോളേജിൽ പഠിച്ചാൽ പോരായിരുന്നോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു.
അങ്ങനെയാണ് ഞാൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രനാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ആനയുടെ പേര് പോലെയാണ്. ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ കേശവൻ, ഏറ്റുമാനൂർ പത്മനാഭൻ, അടൂർ ധരേന്ദ്രൻ, നരേന്ദ്രൻ, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ, ഒരു ആനയുടെ പേര് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ പേരിലൊന്നും ഒരു മഹത്വം ഇല്ലാന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അത് ഇപ്പൊ കാഞ്ഞങ്ങാടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചിലപ്പോ ചെറുകുന്ന രാമേന്ദ്രൻ ഇല്ല, കണ്ണൂർ രാമേന്ദ്രൻ ഇല്ല, കാഞ്ഞങ്ങാടിന്റെ കച്ചേരി ഉണ്ട്, അത് കാഞ്ഞങ്ങാട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്, രാമേന്ദ്രനില്ല ഇപ്പം. അങ്ങനെ ഒരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. അതെന്തോരിപ്പെട്ട പേരിൽ നിന്നും ഒരു വലിയൊരു ഇതിൻ്റെ ഞാൻ ഇല്ല. പക്ഷെ ചെറുകുന്നില് അമ്പലത്തില് ഞാനെപ്പോഴും കച്ചേരിക്ക് പോകുമായിരുന്നു. ഈ പേര് പ്രശസ്തി ആയതോടെ ചെറുകുന്നവരാരും കൊണ്ടുവന്നുകൊണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ പാടണ്ട, ചെറുകുന്ന രാമേന്ദ്രൻ പാടിയാൽ മതി. വളരെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ പെരേരുവിൽ തുടങ്ങി പോയി വേദികളായിട്ടുള്ള വേദികളിൽ പാടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലേ പോയി പാടാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പേര് വന്നപ്പോഴേ അവർക്ക് നോട്ടീസിൽ ഏത് പേര് വെക്കുന്നുള്ളൊരു കൺഫ്യൂഷനായി. അപ്പൊ പറഞ്ഞു, പോസ്റ്റർ വരെ വന്നിരുന്നു, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ പാടണ്ട, ചെറുകുന്ന രാമേന്ദ്രൻ പാടി. അപ്പൊ അങ്ങനെ അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു സാധാരണ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ, അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ നടന്നായിരുന്നു. പയ്യന്നൂരിലെ അച്ഛൻ വീട്ടിലെ നാരായണ പൊതുവാളായിരുന്നു അന്ന് പ്രശ്നം വെച്ചത്. ആ പ്രശ്നത്തിൽ എൻ്റെ ഒരു കാര്യം വരികയും, അപ്പോൾ ഈ പേരിന്റെ പേരിലൊന്നും ഒരു കലാകാരനെ ഇങ്ങനെ മാനസികമായി ടോർച്ചർ ചെയ്യാൻ പാടില്ല, വിളിക്കണം. ഇവിടുത്തെ ദേവിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് മുഴുവനും ഈ അമ്മയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസം ഒന്ന് കച്ചേരി നടത്തണമെന്ന് ഈ പ്രശ്നചാർത്തിൽ എഴുതിയതിനു ശേഷമാണ് 25 വർഷമായിട്ട് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 25ാമത്തെ സിൽവർ ജൂബിലി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ശ്രീവാനന്ദമ്പയൊക്കെ വന്ന് ഒരു അനുമോദന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ സംഗീതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാഭാഗ്യമാണ്. എവിടെ പോയാലും മൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ പരിപാടി മോശമാവില്ല. അതെന്തോ ഒരു പവറാണ്, ഒരു പോസിറ്റീവ് എനർജീസ് ഇവിടുന്നൊക്കെയോ കിട്ടുന്നുണ്ട്. വല്ലാത്തൊരു പവറാണ്. മൈക്ക് തൊട്ടാൽ മതി, മൈക്ക് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ഇതുവരെ എത്രയോ ആയിരക്കണക്കിന് വേദികളിൽ ഞാൻ പോയി. ഇതുവരെ രാമേന്ദ്രൻ മാസ്റ്ററുടെ, രാമേന്ദ്രേട്ടൻ്റെ, അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് രാമേന്ദ്രന്റെ ഒരു അഭാവം കൊണ്ട് പരിപാടി ഇതുവരെ മോശമായി. ചിലപ്പോൾ ഓർക്കസ്ട്രയുടെ പ്രശ്നങ്ങൾ, സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ വരാം. അങ്ങനെ വരുന്നതല്ലാതെ ഇതുവരെ ഒരു പരിപാടി എനിക്ക് മോശമായിട്ട് നടത്താൻ അങ്ങനെ ഒരു ദൈവം അങ്ങനെ എന്നെ മാറ്റിയിട്ടില്ല. അത് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത്, ഇതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും എന്റെ ചരിയും. ഇപ്പൊ എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, മാഷിക്ക് ഫുള്ള് അടിക്കാതെ കണ്ട പാട്ട് പാടാൻ പറ്റില്ല. കാരണം ഈ കോലും അതെ ഒരു ജുബയും ഒരു മുടിയും താടിയും ഇങ്ങനെ പപ്പർച്ച വെച്ച പ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും പറയും, രാമേന്ദ്രൻ മാഷിക്ക് 2 ഇടാതെയുണ്ട്, 2 പെഗ് ഇടാതെയുണ്ട് പാടാൻ പറ്റില്ല. ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കൈകൊണ്ട് പോലും തൊടാറില്ല. അത്തരം ചര്യകള് ദിനചര്യ, ദിനതാളമാണ്. അത്തരം താളത്തിലേക്ക് ഞാൻ പോകുന്നത് കൊണ്ടാണ് എനിക്കിപ്പോഴും അത് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ സ്വരസാധന ഞാൻ തുടങ്ങി. 5 മണിക്ക് എഴുന്നേൽക്കും എപ്പോഴും. ഇവിടെ 2.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വാച്ച് നോക്കുമ്പോൾ ഞാൻ 2.5 മണിക്കായിരിക്കും, ഇവിടുത്തെ 2.5 മണിക്കായിരിക്കും ചിലപ്പോൾ പാടുന്നുണ്ടാവുക. എന്നിട്ട് ഞാനത് വിട്ടിട്ടില്ല. എനിക്ക് വിടാൻ കഴിയില്ല. എൻ്റെ ബോഡിയുടെ, എൻ്റെ ശബ്ദത്തിന്റെ എന്തെങ്കിലും ഉണ്ടാവുന്ന ഒരു ശക്തി ആ സാധനയിലൂടെ മാത്രമാണ്. അതില്ലാതെ നോബടിക്കാൻ ആർക്കും ആവില്ല. പാട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട കാര്യമില്ല. നമ്മുടെ ഭക്ഷണ രീതി എല്ലാം ഒരു വളരെ സിസ്റ്റമായി നടത്തേണ്ടതാണ്. ഫുൾ സ്റ്റൊമക്ക് ഭക്ഷണം കഴിച്ചുകൂടാ, ഹാഫ് സ്റ്റൊമക്കേ പറ്റൂ. ഇപ്പൊ മജീദിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എത്രയാ ഭക്ഷണം കഴിച്ചെന്നറിയാം. ഒരു നോൺ സ്റ്റോപ്പിംഗ് സിസ്റ്റം ആയിരുന്നു അവിടെ. ഒരു 12 തരം കൂട്ടങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് ഞാൻ എന്നെ ഇവർ പോറ്റുകയാണ്. ഇപ്പോ ശരിക്കും പറഞ്ഞ പ്രസവിച്ച കുട്ടികളെ നോക്കുന്നത് പോലെ എപ്പോഴൊക്കെ മോനെന്ത് പറ്റി, അല്ലെങ്കിൽ മോന് ഭക്ഷണം കൊടുക്കേണ്ട സമയമായോ, പാല് കൊടുക്കേണ്ട സമയം, ഇങ്ങനെ ഓരോരുത്തരും നിന്ന് ഞാൻ ആ ആത്മാർത്ഥതയെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. സത്യം മറ്റേ ഇടങ്ങളിൽ പോയാൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്തു, അവിടെ പോയിരുന്നു, അവിടെ ഭക്ഷണ സൗകര്യങ്ങൾ ഏർപ്പാടൊക്കെ തീർന്നു. ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഞാൻ മനസ്സുകൊണ്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. ഈ ഒരു സ്നേഹത്തിന്റെ പേര്
അതാണോ ഞാൻ പറഞ്ഞ എപ്പോഴും എനിക്ക് പയ്യന്നൂർ സൗഹൃദ വേദിയോട് ഒരു പക്ഷേ എനിക്ക് കാഞ്ഞങ്ങാട് രാമേന്ദ്രനെ പോലെ നേരത്തെ പറഞ്ഞതുകൊണ്ട് പയ്യന്നൂർ രാമേന്ദ്രൻ ആക്കേണ്ടി വരുമോ എന്നുപോലും ഞാൻ ചിന്തിച്ചു പോകും. അത്രയും ഒരു ഒരു എന്താ പറയാ, ആദരവ് കൊടുക്കുക, വാങ്ങിക്കുക. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എന്താണെന്നറിയാം, സ്നേഹിക്കുകയാണ്. ഇത് എങ്ങനത്തെ ഒരു സ്നേഹത്താണ്. അപ്പൊ ഇത്രയും സ്നേഹിക്കണമെന്നുണ്ടോ എന്നൊക്കെ നമ്മൾ തോന്നുന്ന വിധത്തിൽ എന്നെ സ്നേഹിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞു അല്ലെ, ഇത്രയും ദിവസം ഞാനിവിടെ നിൽക്കാനുള്ള കാരണം. സാധാരണ എനിക്ക് നൃത്തം വരാറില്ല. ഒരു ദിവസം വന്ന് രണ്ടാമത്തെ ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ മിക്കവാറും കടൽ കിടക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ ഒരാഴ്ച എനിക്ക് പോവാൻ ശരിക്കും തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ കാഞ്ഞങ്ങാട് എന്നുള്ള ഒരു മുഖം പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റിയെന്ന് പറ്റില്ല. പക്ഷെ എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ, വളരെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റുഡിയോവും അവിടെ ഇപ്പം സിനിമയുടെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പടത്തിന്റെ റെക്കോർഡിംഗ് നടക്കാൻ വേണ്ടി പോകാം. അങ്ങനെ ഒരു ചുറ്റുപാടുകൾ ഞാൻ അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ഞാനില്ലാത്തൊരവസ്ഥയിൽ വരുന്ന ഒരു മുഷിച്ചലും വർക്കിന്റെ ഒക്കെ ഒരുപാട് ഡിലേ വരുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് പോകാൻ മനസ്സിലാന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അത്രയും ഒരു ബന്ധം ഈ പയ്യന്നൂർ സൗഹൃദ വേദിയോട് എനിക്കുണ്ടായിട്ടുണ്ട്. സത്യം. അതിന് എല്ലാ ക്രെഡിറ്റും എന്നെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെയുള്ള ആരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മനസ്സിൽ കുറിച്ചു വെക്കാനുള്ള ഒരു സിഗ്നേച്ചർ എനിക്ക് ഉണ്ടാക്കി സൗഹൃദ വേദിയാണ്. അതെപ്പോഴും എവിടെ പോയാലും ഞാനത് സ്മരിക്കും, ഓർമ്മിക്കും. അവരുടെ മഹാമനസ്മത ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം 2-3 സംഘടനക്കാർ എന്നെ വിളിച്ചപ്പോഴും എന്നെ വിട്ടു. സാധാരണ വിടാറില്ല. ബഹ്റിനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പിടുത്താണ്. ഫോൺ വരെ എനിക്ക് തരില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും പോയി കളയോ വിചാരിച്ചിട്ട് എത്രയോ സംഘടനകൾ ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്ന സംഘടനയോട് ഇങ്ങനെ അഭ്യർത്ഥിക്കും, മാസ്റ്റർ ഒരു മണിക്കൂർ നേരത്തേക്ക് അനുവദിച്ചു തരും. കൊടുക്കാറില്ല. പക്ഷെ അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത് പയ്യന്നൂർ സൗഹൃദ വേദിയാണ്. എപ്പോഴും ഏത് കാര്യത്തിന് എപ്പോഴും എന്നോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയും. നാട്ടിലായാലും ഇങ്ങനെ ഒരാളുണ്ട്, കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും മുന്നിൽ നിന്നിട്ട് ആ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും, ഉറപ്പാണ്. അത് മാത്രമല്ല, ഈ സൗഹൃദ വേദി ഇവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വലിയ കാര്യമാണ്. അതെല്ലാം എപ്പോഴും നമുക്ക് എന്താ പറയുക, മഹാപുണ്യമാണ് അതൊക്കെ. അതിനു വേണ്ടുന്ന എന്തെങ്കിലും കുറച്ച് ബെനഫിറ്റ് പ്രോഗ്രാം, കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പാട്ടുകാരെ അല്ലെങ്കിൽ നടന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു ചുറ്റുപാട് ഇവിടെ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്രയും എത്തി തന്നെ മഹാഭാഗ്യം ഈ ഒരു രാജ്യത്ത്. അങ്ങനെ വലിയൊരു ഡെവലപ്മെന്റിന് എൻ്റെതായിട്ടൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പാടിത്തരും, ഉറപ്പായിട്ടും. അത് എപ്പോഴും നിങ്ങൾക്ക് ഇതിലെ ഒരു അംഗം പോലെ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിങ്ങൾക്ക് ആദ്യം നമസ്കാരം പറഞ്ഞത്. ഈ ഓരോരുത്തർക്കും ഞാനെൻ്റെ വാക്ക് തരികയാണ്. അതിനുവേണ്ടി എന്നെയും ഇതിൽ ഒരു അംഗമാക്കി ചേർക്കുക. അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തെന്നാണ് എനിക്കറിയില്ല. അത്ര വരെ ഞാൻ ആഗ്രഹിക്കാം. മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടറിയാതായി. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടറിയാതായി. ഇന്ത്യ ഭ്രാന്തമായി
ചെകുത്താച്ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഒരു തുടക്കം ഞാൻ കുറിച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓർക്കസ്ട്ര ഇല്ലാതെ പാടുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും, പക്ഷെ ഓർക്കസ്ട്ര ഇല്ലാതെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അത് അംഗീകരിക്കാൻ പറ്റുമോ? ഈ നഗ്നസംഗീതം എന്ന് പറയുന്ന ശബ്ദം മാത്രം ഇന്നത്തെ പൈശാചികങ്ങളായിട്ടുള്ള ഒരുപാട് രാക്ഷസീയ സ്വഭാവങ്ങൾ മാറ്റിമറിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടാനും ഇരുന്ന് കേൾക്കാനും എത്രയോ സമയം നമ്മൾ